പൊന്നാനിയിൽ വൃദ്ധയുടെ മുഖത്ത് തുണിയിട്ട് മൂടി മാല മോഷ്ടിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. മോഷണക്കഥയിലെ കള്ളൻ സാക്ഷിയായെത്തിയ ഫാത്തിമ. നാട്ടുകാരെയും മാധ്യമങ്ങളെയും പറ്റിച്ച് മോഷ്ടാവായ ഫാത്തിമ മോഷണക്കഥയിലെ സാക്ഷിയായാണ് ഇത്രയും ദിവസം വിലസിയത്. നാട്ടുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ വിഡ്ഢികളാക്കിയാണ് മോഷ്ടാവായ ഫാത്തിമ മോഷണക്കഥയിലെ സാക്ഷിയായി വിലസിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വെളിയങ്കോട് പഴഞ്ഞിയിൽ പട്ടാപ്പകൽ വൃദ്ധയുടെ മുഖത്ത് തുണിയിട്ട് മൂടി 3.5 പവന്റെ മാല മോഷ്ടിച്ചത് അയൽവാസിയായ തോന്നിക്കടയിൽ ഫാത്തിമയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മോഷണം നടന്നത് വാർത്തയാക്കിയപ്പോൾ മാല മോഷ്ടിക്കപ്പെട്ട പരീച്ചുമ്മായോടൊപ്പം ഒന്നും അറിയാത്ത പോലെ കള്ളൻ അടുത്തിരുന്നു. ആളെ എവിടെ പോയെന്ന് പോലും നമുക്കറിയില്ല. ആള് വായങ്കൂട്ടത്തിലേക്കാണ് അറിഞ്ഞത്. പിന്നെ ആള് പോണത് ഏത് വഴിയിലാണ് എവിടെ പോയെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആളെ നമുക്കറിയില്ല. കറുപ്പ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ട്രൗസർ ഇട്ടിട്ടുണ്ട്. പിന്നെ ആള് ഐറ്റും ഇല്ല, ചെറിയൊരാളാണ്. മാലയുടെ മുകളിൽ പിടിവലി നടത്തുന്നതിനിടെ കള്ളനെ താൻ കണ്ടുവെന്ന് ഫാത്തിമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒടുവിൽ ഫാത്തിമയിലേക്ക് തന്നെ അന്വേഷണം തിരിഞ്ഞു. സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് ഫാത്തിമ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം നടത്തിയത്. വെളിയങ്കോട് പഴഞ്ഞി റേഷൻ കടയ്ക്ക് സമീപം പിലാക്കൽ വീട്ടിൽ കൊട്ടിലിങ്ങൽ പരീച്ചുമ്മയുടെ മാലയാണ് മോഷ്ടിച്ചത്. ഈ മാസം 6 രാവിലെ 8 മണിക്കാണ് സംഭവം നടന്നത്. മുറ്റത്ത് ചെടി നനയ്ക്കുകയായിരുന്നപ്പോഴാണ് മോഷ്ടാവ് പുറകിൽ നിന്ന് പരീച്ചുമ്മയുടെ മുഖത്ത് തുണിയിട്ട് മൂടിയ ശേഷം മാല അപഹരിച്ചത്. NCV ന്യൂസ്, പൊന്നാനി. Calicut Notebook, Fusion Experience with a slice of Malabar. Forum Center Mall, Edapal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.